അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. ബ്ലൗസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ. ആദ്യം കൈ വെട്ടണത് കാണിച്ചു, പിന്നെ ബാക്ക് സൈഡ് വെട്ടിയെടുക്കുന്നത് കാണിച്ചു. ഇനി നമുക്ക് എന്താണ് ഫ്രണ്ട് സൈഡാണ് വെട്ടിയെടുക്കേണ്ടത് ബ്ലൗസിൻ്റെ. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ടുള്ള വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്നലെ മിനിയാന്നുമായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്നെടുത്ത് കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ലൈനിങ്ങിൻ്റെ ബാലൻസാണ്. കൈയും വെട്ടി ബാക്ക് സൈഡും വെട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്നാണ് ഫ്രണ്ട് സൈഡ്. ലൈനിങ് ആണല്ലോ ഫസ്റ്റ് വെട്ടിയെടുക്കുന്നത്. ഇത് ലൈനിങ് ആണ് കേട്ടോ. ഇത് ബാക്കിൽ നമ്മൾ വെട്ടിയെടുത്ത ലൈനിങ് പീസ് കണ്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ഭാഗമാണ്. നമ്മുടെ ഓപ്പൺ സൈഡ് നമ്മുടെ നേരെ തിരിച്ചിട്ടേക്കാണ് കേട്ടോ. ഇത് നോക്കിയേ, നമ്മുടെ ബാക്ക് സൈഡിൻ്റെ ലൈനിങ് ഇത് ക്ലോസ്ഡ് ആണ്. അപ്പുറത്തെ സൈഡാണല്ലോ ഓപ്പൺ. അപ്പോൾ നമുക്ക് അതിൻ്റെ മടക്ക് ഭാഗം ഫ്രണ്ട് പോർഷൻ വരണതിൻ്റെ ഭാഗത്തേക്ക് ചേർത്ത് വെക്കാം. കണ്ടോ, ഇതേപോലെ ചേർത്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ബാക്ക് നമ്മുടെ ലൈനിങ്ങിലേക്ക് ഒന്ന് വരച്ചെടുക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നെക്കും കൈക്കുഴിയൊക്കെ വ്യത്യാസമുണ്ട്. നമുക്കിതൊന്ന് വരച്ചിട്ട് അത് റെഡിയാക്കി എടുക്കാം. നിങ്ങൾ ഫ്രണ്ട് പോർഷൻ വെട്ടണത് ശ്രദ്ധിച്ച് കാണുക കേട്ടോ. പോയിൻ്റൊക്കെ ഇടാനുണ്ടല്ലോ, കഴുത്തകലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് വെട്ടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടക്ക് കാര്യങ്ങളൊക്കെ വരണതാണ്. പോയിന്റ് കറക്റ്റ് ആയില്ലെങ്കിൽ തന്നെ എല്ലായിടത്തും അതിൻ്റെ ബുദ്ധിമുട്ട് കാണിക്കൂട്ടോ. അതായത് ഇവിടെ നമുക്ക് ഈ സ്റ്റിച്ചിങ് മാർക്ക് ഉണ്ടല്ലോ, അതൊന്ന് പോയിന്റ് ഇട്ട് വെച്ചേക്കാം കേട്ടോ. ചോക്കൊടിഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ അതാ ബാക്ക് പോർഷൻ നമ്മളിവിടെ വെച്ച് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഇട്ടത്. ആദ്യം നമ്മൾ മോൾ ഭാഗത്തെ ഹുക്കൊന്ന് ഇട്ടേക്കാം. നമുക്ക് ഈ ലൈനിങ് ഒന്ന് മാറ്റി വെക്കാം. ഇതാ നോക്കിയേ, ഹുക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് ഒന്ന് തേച്ചൊക്കെ എടുക്കണം കേട്ടോ. കഴുത്തിൻ്റെ അകലം നമ്മൾ അളന്ന് വെട്ടി വെച്ചേക്കല്ലേ ബാക്ക് സൈഡിൽ. അതുകൊണ്ട് തന്നെ ഇറക്കം എടുത്താൽ മതി. ഇറക്കം ഈ ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് ഇങ്ങനെ ടേപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇറക്കം നോക്കണം നോക്കിക്കോട്ടെ. ആദ്യം നമുക്ക് 5 ഇങ്ങനെ വിരൽ വെച്ചിട്ടൊന്ന് മടക്കി നോക്കാം. നോക്കിയേ കണ്ട, അപ്പോൾ കയറിയാണ് നിൽക്കണത്. അപ്പോൾ കറക്റ്റല്ല. അപ്പോൾ നമുക്ക് 5.5 വെച്ച് നോക്കാം. അപ്പോഴും കറക്റ്റല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അടുത്തത് 6 വെച്ച് നോക്കാം. അപ്പോൾ നമ്മൾ അളക്കുമ്പോൾ ഇങ്ങനെ ഓരോ പോയിൻറ്റും അളന്ന് നോക്കാം. അപ്പോൾ 6 ഇഞ്ചാണ് കേട്ടോ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇറക്കം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്യണം. അകലം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ തുണിയിൽ 6, പിന്നെ മുകളിൽ തയ്യൽ തുമ്പ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് 6.5 നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ കഴുത്തിൻ്റെ ഇറക്കം. ആ ചോക്കൊന്നും എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണായിരുന്നു. കാരണം വരക്കുമ്പോൾ ഒന്ന് ഉറങ്ങിപ്പോണം. എന്നിട്ട് നമുക്കത് ഇങ്ങനെ കറക്റ്റായിട്ട്, മറ്റേ വര നീളത്തിലുള്ളത് ബാക്ക് പീസിൻ്റെ ഉണ്ടായിരുന്നിട്ട്, അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ നീളത്തിലങ്ങ് വരച്ചത്. ഇനി കഴുത്തൊന്ന് ഷേപ്പ് ചെയ്യണം നോക്കിക്കോട്ടോ. ഫ്രണ്ട് കഴുത്ത് ഷേപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നോക്കിയേ ഇതുപോലെ. നമുക്കിപ്പോൾ ബാക്ക് ആണെങ്കിൽ നമ്മുടെ ഈ വരയിൽ ഇങ്ങനെ അങ്ങോട്ട് വരച്ചിങ്ങ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രണ്ട് ആകുമ്പോൾ നോക്കി ഒന്ന് പുറത്തേക്ക് പോകണം, എന്നാലാണ് ആ കറക്റ്റ് റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ കൂടിയിരുന്നൊരു ഭംഗി ഉണ്ടാവില്ല. ഫ്രണ്ട് ഒന്ന് വിരിഞ്ഞിരിക്കണം. പിന്നെ കാണുമൊന്നുമില്ല. ഇതിപ്പോൾ സാരി ഇടുമ്പോൾ അതങ്ങ് കവർ ചെയ്ത് പോകുമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഒന്ന് വൈഡാക്കി കൊടുക്കുക. ഇനി നമ്മുടെ ഫ്രണ്ടിലെ കൈക്കുഴി കുഴിച്ച് വെട്ടണം. അപ്പോൾ അതാ നമ്മുടെ ഈ കൈയിൻ്റെ ഒരു മിഡിൽ ഭാഗത്തായിട്ട് 1/2 ഇഞ്ച് അകത്തേക്ക് മാറ്റി മാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, കണ്ടോ ഇതേപോലെയാണ് കേട്ടോ. നമ്മൾ ആ സ്റ്റിച്ചിങ് മാർക്കില്ലേ അവിടം വരെ ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കഴുത്തുമായി കൈക്കുഴിയായി. ഇനി ടക്ക് അടയാളപ്പെടുത്തണം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ അളവ് ബ്ലൗസ് എടുക്കാം. അകത്താണ് കേട്ടോ നമ്മൾ അളക്കണത്. അപ്പോൾ അളക്കുമ്പോൾ ഈ തയ്യൽ തുമ്പ് മുതൽ അളക്കണേ. കണ്ട തയ്യൽ തുമ്പുണ്ടല്ലോ, അത് മുതൽ നമ്മൾ ആ ഒരു ടക്ക് വരെ, സെൻറ്റർ ടക്ക് ഉണ്ടല്ലോ താഴത്താ, അതുവരെ അളക്കുക. അത് എത്ര ഇഞ്ച് ഉണ്ട് നോക്കുക. കറക്റ്റായിട്ട് ഇതാ നോക്കിയാൽ 10 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 10 ഇഞ്ച് നമ്മൾ മാർക്കണം. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് അടക്കമാണ് ഇട്ടേക്കണത്. ഇപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഇല്ലാതെ എടുക്കുമ്പോൾ 9.5 ഉണ്ടാവുള്ളൂ. അപ്പോൾ 10 ഇഞ്ച് കണ്ടോ, കറക്റ്റ് 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ആ 10 ഇഞ്ച് നമ്മൾ ഇതായി ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഒന്നും കൂട്ടണ്ട. നമ്മൾ തയ്യൽ തുമ്പ് അടക്കമാണ് അളന്നേക്കുന്നത്. 10 ഇഞ്ച് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒരു വര ഇട്ട് കൊടുക്കുക ഇങ്ങനെ. ഇനി വീതി എടുക്കണം. വീതി എടുക്കണം എങ്ങനെയാണെന്ന് നോക്കിയാൽ ആ സെൻറ്ററിലെ പോയിൻ്റ് തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കുക. കണ്ട ആ മൂല കേട്ടോ. എന്നിട്ട് ഇതാ നമ്മുടെ ഹുക്കിടുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ചു വെക്കുക. അപ്പോൾ തയ്യൽ വരെയല്ല, നമുക്കിങ്ങനെ പിടിച്ച് നോക്കിയറിയാം അതിൻ്റെ തയ്യൽ തുമ്പ് ഒരു 4 ഇഞ്ചും കൂടെ നീങ്ങിയിട്ടുണ്ടാവും ആ പടിയുടെ ഉള്ളിൽ. അതും കൂടെ അളന്നിട്ട് അപ്പോൾ 4.25 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തയ്യൽ മുതൽ നോക്കിയാൽ 4 കിട്ടുള്ളൂ. പക്ഷേ ആ പടിയുടെ ഉള്ളിലിരിക്കുന്ന തയ്യൽ തുമ്പ് അടക്കം നമ്മൾ 4.25 എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ 4 ഇഞ്ചാണെങ്കിലും നമുക്ക് ഒത്തിരി വ്യത്യാസം വരും കേട്ടോ. ഇനി താഴത്തേക്കുള്ള ടക്ക്, ഏറ്റവും വലിയ ടക്ക് ഉണ്ടല്ലോ താഴ്ഭാഗത്തുള്ള, അത് അളക്കാണ്.
എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക. തയ്യൽ വരെ കേട്ടോ, അതായത് നമ്മുടെ ബാൻഡ് പിടിപ്പിച്ചേക്കണ തയ്യൽ വരെ നോക്കുക. കണ്ട 3.25 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? ആദ്യം 3.25 അടയാളപ്പെടുത്തുക, പിന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ 4.25 നമുക്കവിടെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തേക്കുള്ള ടക്ക് കിട്ടി. ഇനി നമുക്ക് സൈഡിലേക്കും കൈക്കുഴിയിലേക്കും ഓരോ ടക്ക് വേണം. ആദ്യം നമുക്ക് കൈക്കുഴിയിലേക്ക് അളന്ന് നോക്കാം. അപ്പോൾ സെൻറ്റർ ടക്കിൽ നിന്ന് തന്നെ കൈക്കുഴിയിലേക്കുള്ള ടക്കിൻ്റെ അകലം നമ്മൾ നോക്കുക. കണ്ടോ, 1.25 ഇഞ്ച് അകലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ അളന്ന് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും കേട്ടോ. സെൻറ്റർ ടക്കിൽ നിന്ന് 1.25 ഇഞ്ച് അകലത്തിൽ കൈക്കുഴിയിലേക്ക് ഒരു ടക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇടണതും വരക്കണതും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു ടക്ക് വേണം, അതും കൂടെ ഒന്ന് അളന്ന് നോക്കാം. അതും സെൻറ്റർ ടക്കിൽ നിന്ന് തന്നെ പിടിക്കാം. ദാ 1 ഇഞ്ചുള്ളൂ കേട്ടോ. ആ ടക്കും ഇതുമായിട്ട് 1 ഇഞ്ചുള്ളൂ. ആ 1 ഇഞ്ച് നമുക്ക് ദാ ഇങ്ങനെ മാർക്ക് ചെയ്യാം. വേണമെങ്കിൽ ചരിച്ചു കൊടുക്കാം. അത് ബ്ലൗസിൽ എങ്ങനെയാണ് കിടക്കണമെന്ന് വെച്ചാൽ അതുപോലെ, താഴത്തേക്ക് ചരിഞ്ഞാണെങ്കിൽ അതുപോലെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ നോക്കി നമ്മുടെ ഹുക്ക് ഇടുന്ന ഭാഗത്തേക്ക് ടക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് അളവെടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ നെക്കിൽ നിന്ന് കട്ടിങ് വരെയുള്ള തയ്യലുണ്ടല്ലോ, കണ്ട നെക്കിൽ നിന്ന് കട്ടിങ് വരെയുള്ള നമ്മുടെ താഴത്തെ കട്ടിങ് വന്ന് നിൽക്കണം ആ ഭാഗം വരെയുള്ള ഇറക്കം എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം. കറക്റ്റായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നെക്കാണ്, നെക്കിൽ നിന്ന് നമ്മൾ ഈ കട്ടിങ് വരെയുള്ള ഇറക്കം എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ സെൻറ്ററിൽ ഒരു ടക്ക് ഇട്ട് കൊടുക്കൂലേ ഈ പിടിക്കാൻ, അത് നമുക്ക് 1 ഇഞ്ച് അവിടെ മൈനസ് ആവും. പിന്നെ ഈ പട്ട പിടിപ്പിക്കാൻ 1/2 ഇഞ്ച് പോവും. അതുപോലെ തന്നെ നെക്കിൽ 1/4 ഇഞ്ച് പോവും. അപ്പോൾ നമുക്ക് 1.25 ഇഞ്ച് ഇവിടെ നമുക്ക് നമ്മുടെ മൈനസ് ആവും. അതായത് ഇവിടെ 1 ഇഞ്ച്, ഇവിടെ 1/4 ഇഞ്ച്, താഴത്ത് 1/2 ഇഞ്ച്. താഴത്തെന്ന് വെച്ചാൽ പട്ട പിടിപ്പിക്കുന്ന ഭാഗത്ത് 1/2 ഇഞ്ച്. അപ്പോൾ നമ്മുടെ ഈ ലെങ്ത്ത് എത്രയുണ്ട് നോക്കിയിട്ട് ഈ ലെങ്ത്ത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ 4 ഇഞ്ചാണ് നമുക്ക് ഈ ലെങ്ത്ത് കിട്ടിയേക്കുന്നത്. ആ ബ്ലൗസിലുള്ളത് 4 ഇഞ്ചാണ് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് മൈനസ് ആവണ 1.25 ഉണ്ടല്ലോ, അത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. കണ്ടോ? ഇനി നമുക്ക് ആ പോയിന്റിലേക്ക്, നമ്മുടെ സെൻറ്ററിലെ ടക്കിൻ്റെ പോയിന്റിലേക്ക് ഇതിങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി അപ്പുറത്തെ സൈഡിൽ അളന്ന് വെക്കണം. അത് കൂടാതെ നമ്മുടെ ടക്കിൻ്റെ വീതി ഒന്ന് അളക്കണം. ടക്ക് ഉള്ളിലുള്ള ടക്കിൻ്റെ വീതി നോക്കണം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലാവും. അതിനേക്കാളും നല്ലത് നമ്മുടെ അകത്തുണ്ടല്ലോ ആ ടക്ക് ഇങ്ങനെ കിടക്കണ്ടാവുമല്ലോ, അതിങ്ങനെ പിടിച്ച് നോക്കുക. എനിക്ക് 1.25 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, 1.25 ഇഞ്ച് ആ ടക്കിൻ്റെ വീതി, മടക്കി പിടിച്ചടിച്ചേക്കണ വീതി 1.25 ഇഞ്ച് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ചരിച്ചല്ല വരക്കണതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. 1.25 നമ്മളിതായി ഇവിടെ മാർക്ക് ചെയ്യാണ്. അതേപോലെ തന്നെ 1.25 അപ്പുറത്തേക്ക് മാർക്ക് ചെയ്യണം. കണ്ടോ, എന്നിട്ടത് നമ്മുടെ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അത് അടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ ഒന്ന് വരച്ചിട്ടേക്കുക. അപ്പോൾ 1.25 രണ്ട് സൈഡിലേക്കും. ഇനി ഇവിടുത്തെ സൈഡ് കറക്റ്റ് ചെയ്യണം. ഈ ചരിഞ്ഞിരിക്കണില്ല, അത് ബാക്ക് പീസിന് മാത്രമേ ചരിവുള്ളൂ കേട്ടോ. ഫ്രണ്ട് പീസിന് ചരിവില്ല. എന്ന് വെച്ചാൽ ഫ്രണ്ട് പീസിന് നമ്മൾ കട്ടിങ്ങിനൊക്കെ സ്പേസ് കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ വീതി എത്രയുണ്ടെന്ന് നോക്കാം. ഇപ്പം നമുക്ക് 12 കിട്ടിയിട്ടില്ല, അതേ 12 തന്നെ താഴത്തും വരക്കാം കേട്ടോ. ഒട്ടും ചരിഞ്ഞൊന്നും പോരുത്. കറക്റ്റായിട്ട് വരച്ചിട്ട് ഇനി നമുക്ക് സൈഡ് ഇതിങ്ങനെ നേരെ വരച്ചു കൊടുക്കാം. ഇനി സൈഡിലെ മാർക്ക് ഇടണമല്ലോ നമുക്ക്. ഇതിങ്ങനെ പിടിച്ചടിക്കുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. ഇനി സൈഡിൽ ഈ ചരിച്ച് വരക്കണത് ബാക്കിനാണ്, ഫ്രണ്ടിന് ആ വര ഇല്ല, ചരിച്ച് വര ഇല്ല. ഇനി സൈഡിലെ മാർക്ക് ഇതാ നോക്കി. സൈഡിൽ ചിലവരുണ്ടല്ലോ സൈഡിലും ടക്ക് കൊടുക്കും കേട്ടോ. ഞാൻ കൊടുക്കാറില്ല. സൈഡിലെ ടക്ക് ഇവിടെ നിന്ന് കക്ഷത്തിന്ന് നമ്മുടെ ബാൻഡ് വന്ന് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് ഫ്രണ്ടിൽ ആ കട്ടിങ് ഉണ്ടല്ലോ, കട്ടിങ് വന്ന് നിൽക്കുന്ന ഭാഗം വരെ ഒന്ന് അളന്ന് നോക്കുക. കറക്റ്റായിട്ട് കക്ഷത്തിന്ന് പിടിക്കുക. ഈ ബാൻഡ് വന്ന് നിൽക്കുന്ന ഭാഗം വരെ അളക്കുക. കണ്ടോ? അപ്പോൾ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം. കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി കൊടുക്കുക. മുകളിലത്തെ തയ്യൽത്തുമ്പ് 1/2 ഇഞ്ച്, താഴത്തെ തയ്യൽത്തുമ്പ് 1/2 ഇഞ്ച്. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മനസ്സിലായോ എങ്ങനെ ചെയ്യേണ്ടതെന്ന്? ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് കൈക്കുഴി, കഴുത്ത്, ടക്കുകൾ എല്ലാം വരച്ചിട്ടുണ്ട്. നമുക്ക് ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങൾ മറ്റേതുപോലെയൊക്കെ കൈയും ബാക്കും ഇപ്പോൾ ഇതുപോലെ ഫ്രണ്ടും എല്ലാം വെട്ടി വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് അഡ്വാൻസ് ക്ലാസ്സിൻ്റെ ഡേ ആയിരുന്നു. ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു.
അപ്പോൾ നമുക്ക് അഡ്വാൻസ് ക്ലാസ്സും ബ്ലൗസിൻ്റെ ക്ലാസ്സും ചുരിദാറിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ തയ്യൽ അറിയാത്തവർക്ക് വേണ്ടി ബേസിക് ക്ലാസ്സും എല്ലാം ഉണ്ട് കേട്ടോ. ഓൺലൈനായിട്ട് പഠിപ്പിക്കും, വാട്സപ്പിലൂടെയാണ് ക്ലാസ് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ പറയുക ക്ലാസ്സിൽ കയറണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കയറണമെങ്കിലും പറഞ്ഞാൽ മതി. ഇന്നത്തെ ക്ലാസ് മാത്രം ഞാൻ പ്രൈവറ്റായിട്ട് ഇട്ട് തരും, ബാക്കി ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരും കേട്ടോ. പിന്നെന്താണ്, ഇപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എല്ലാവരും എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കുക്കിംഗ് ചാനലും കൂടെ ഉണ്ട്, ഷായീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കട്ടെ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. എല്ലാം കൂടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ പറ്റിയില്ലെങ്കിലോ. അപ്പോൾ നിങ്ങൾ ആ ചാനലിലും കൂടെ കയറി ഒന്ന് നോക്കണം കേട്ടോ. ഞാനപ്പോൾ ഇന്നലെ അല്ല കഴിഞ്ഞ ഞായറാഴ്ച എറണാകുളത്ത് പോയപ്പോൾ എടുത്ത വീഡിയോ ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. എറണാകുളം സിറ്റി കൂടെയൊക്കെ ഒന്ന് കറങ്ങിയ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചാനലും കൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് പറ്റി ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ആ സൈഡിലത്തെ വര ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് വെക്കുക, എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ലൈറ്റായി കിടക്കുന്ന വരകളൊക്കെ ഒന്ന് നമുക്കിങ്ങനെ ഡാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതായിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ള പീസ് ഉണ്ടല്ലോ, ബ്ലൗസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ബ്ലൗസ് പീസിൽ നിന്ന് കിട്ടിയ പീസുകൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് വേണം ഫ്രണ്ട് സൈഡ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇത് ബ്ലൗസിൻ്റെ റൈറ്റ് സൈഡാണ്, അതായത് വലത് വശമാണ്. നമുക്കിപ്പോൾ ഈ ഇതെടുത്തിട്ടേ നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. നല്ല വശം പുറത്ത് വരുന്ന രീതിയിലും ചീത്ത വശം നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിലും ഒന്ന് വെച്ച് നോക്കിയാൽ മതി. ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നല്ല വശത്ത് നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ നല്ല വശം ചീത്ത വശം ചേർന്നിരിക്കണം. അതായത് പുറത്തേക്ക് നല്ല വശം കാണണം, അത്രേ ഉള്ളൂ. ഇങ്ങനെ ചേർന്നിരിക്കണം. എന്നിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡിലത്തെ നമ്മൾ ആവണുള്ളൂ, മറ്റേ സൈഡിൽ നമ്മൾ ആ ബോർഡറിൽ നിന്ന് സൈഡിൽ നിന്ന് എടുത്തതൊക്കെ എടുക്കണം. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കണം. ഇങ്ങനെയാട്ടോ നമ്മൾ വെറും 70 സെൻറ്റിമീറ്റർ മെറ്റീരിയൽ വെച്ചാണ് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലെഫ്റ്റ് സൈഡിൽ ഞാൻ എങ്ങനെ ചെയ്തെടുക്കണേന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കടമ്പകൾ കഴിഞ്ഞുകൊണ്ടിരിക്കും, ഓരോ ടാസ്കുകളാണ് കേട്ടോ. കൈ വെട്ടിയെടുക്കുന്നത് ഒരു ടാസ്ക്കാണ്, അതുപോലെ തന്നെ ബാക്ക് സൈഡ് വെട്ടണ ഒരു ടാസ്ക്കാണ്, അത് കഴിഞ്ഞ് ഫ്രണ്ട് സൈഡ് വെട്ടണതും ഒരു ടാസ്ക്കാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തും. നിധി കിട്ടുമെന്ന് അറിയില്ലേ, ടാസ്കുകൾ കടന്ന് അതുപോലെ ഒരു നിധി കിട്ടും നമുക്ക്. അപ്പോൾ എല്ലാ ഇതും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ റൈറ്റ് സൈഡ് ഓക്കെ ആയി. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമുക്ക് ബ്ലൗസ് കാണുന്ന പോർഷൻ റൈറ്റ് സൈഡാണ്, അതുകൊണ്ട് തന്നെ അത് റെഡി ആയിട്ടുണ്ട്, അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ്, ഇതാണ് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്യാനായിട്ട് കഷ്ണങ്ങൾ തപ്പാണ് കേട്ടോ. ഞാൻ പാകത്തിനുള്ള കഷ്ണങ്ങൾ വേണമല്ലോ. അപ്പോൾ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ട്. ഒരെണ്ണം ഇച്ചിരി വലുത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നെക്ക് പോർഷൻ കവർ ചെയ്യണം, ആ ഭാഗം വരെ നമുക്ക് കിട്ടണം. നല്ല വശത്താണ് കേട്ടോ തുണി വെച്ച് നോക്കേണ്ടത്, അല്ലെങ്കിൽ പിന്നെ തിരിഞ്ഞു കൂട്ടോ. നിങ്ങൾ തുണി വെച്ച് നോക്കുമ്പോഴൊക്കെ കറക്റ്റ് നോക്കും. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ആവണുണ്ട്. ഏകദേശം ഒരു ഹാഫ് പോർഷൻ വരെ നമുക്കിത് എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് ഈ അളവിൽ ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ മറ്റേ വീഡിയോസ് വേണമെങ്കിൽ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ. താല്പര്യമുള്ളവർ, ഇപ്പോൾ ബ്ലൗസ് പഠിക്കണം എന്നുള്ളവർ തീർച്ചയായിട്ടും അതും കൂടെ കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രമല്ലേ ഉള്ളൂ. അതിലൊരെണ്ണത്തിൽ കൈ വെട്ടണതുകൊണ്ട് ഒരെണ്ണത്തിൽ ബാക്ക് പോർഷൻ എടുക്കണതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കില്ല, എനിക്കും കുറേ നേരം ഡബ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ടി വരില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് അങ്ങോട്ട് ഓരോ പോർഷൻ ആകുമ്പോൾ നമുക്ക് കുഞ്ഞു വീഡിയോസായിട്ട് ചെയ്തെടുക്കാമല്ലോ. അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ, ആ ലിങ്കൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തയ്ക്കണ നേരത്തൊന്ന് എടുത്ത് നോക്കിയിട്ട് തയ്ക്കാമല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും റിലേറ്റീവ്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് നമ്മുടെ ഈ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇനിയും ക്ലാസ്സുകൾ വരും. അപ്പോൾ നമ്മുടെ മോൾ ഭാഗം ഓക്കെ. ഇനിയുണ്ട് താഴ്ഭാഗത്തേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഒപ്പിക്കണം. അതിന് നോക്കിയപ്പോൾ ഈ വരയുള്ള പീസാണ് കിട്ടിയത്. സാരില്ല, ഇത് സാരി ഇടുമ്പോൾ കാണൂലല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. ഇത് തയ്ക്കുമ്പോൾ അറ്റാച്ച് ചെയ്താലും മതി, അല്ലെങ്കിൽ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരം കറക്റ്റായിട്ട് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
പിന്നെ എന്താണ് ഫേസ്ബുക്കിലും നമുക്കൊരു പേജ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങളതൊന്നും കൂടെ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ തയ്യൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇനി വീഡിയോസ് വന്നുകൊണ്ടിരിക്കും കേട്ടോ, പല മോഡൽ സംഭവങ്ങൾ ഞാൻ എപ്പോഴും ചെയ്യുമ്പോഴുണ്ടല്ലോ എന്തെങ്കിലും കട്ടിക്കൂട്ടുകയല്ല, നിങ്ങൾക്കൊരു യൂസുള്ള വീഡിയോ ആയിരിക്കണം, അതെൻ്റെ നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു പീസ് വെച്ചിട്ട് ഞാൻ ആ സൈഡിൽ നിന്ന് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. കുറച്ച് വലുതാക്കിയാണ് വെട്ടണം. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ കൂടുതൽ നമുക്ക് വെട്ടിക്കളഞ്ഞാൽ മതിയല്ലോ. കുറഞ്ഞു പോയിട്ട് അയ്യോ കുറഞ്ഞു പോയി എന്നും പറഞ്ഞിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഈ സൈഡും കൂടെ നമുക്കൊന്ന് ലെവലാക്കാം. ഇനി അപ്പുറത്ത് ആ ഒരു ഇത്തിരി സൈഡ് ബ്ലാങ്ക് ആയിട്ട് കിടക്കണ്ടല്ലോ, അവിടെ നമുക്ക് ഈ പീസ് എങ്ങനെ ചേരണ രീതിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പിഞ്ഞി പറഞ്ഞതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളയട്ടെ. ഇത് അറ്റാച്ച് ചെയ്യണേക്കെ ഞാൻ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാട്ടെ. ഈ കഷ്ണങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് ഒരു ബ്ലൗസാക്കി എടുക്കണത് എങ്ങനെ. രണ്ട് സൈഡിലും വേണമെങ്കിൽ വരവുള്ളത് വെക്കാം, പക്ഷെ ഞാനത് ചെയ്തില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലെയിൻ ബ്ലൗസ് വന്നാലാണല്ലോ ഭംഗി ഉണ്ടാവുക, വരവുള്ളത് മുകളിൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് സാരി ഉടുത്തു കഴിഞ്ഞതൊന്നും കാണൂലല്ലോ എന്തായാലും. അപ്പോൾ ദാ ഫ്രണ്ട് പോർഷൻ്റെ പീസും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുവരെയുള്ള ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ബാക്കി നാളെ ഞാൻ നാളെ വീഡിയോ ഇടും. നാളെ ഞായറാഴ്ചയാണ്, പറ്റിയില്ലെങ്കിൽ തിങ്കളാഴ്ച ഇതിൻ്റെ ബാലൻസ് ഇട്ട് തരാം കേട്ടോ. ഇനി കട്ടിങ് വെട്ടണം, ക്രോസ് പീസ് വെട്ടണം, ബട്ടൺ പീസ് വെട്ടണം, കുറേ പരിപാടികളുകൊണ്ട് ഉണ്ട് വെട്ടിയെടുക്കാനായിട്ട്. തുണിയാണെങ്കിൽ ഇല്ലേതാനും, പിന്നെ ലൈനിങ് തുണി ബാലൻസ് ഉണ്ട്, അത് വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. താങ്ക്